ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസം എന്നോടൊപ്പം നിങ്ങൾ വചനം സ്വീകരിച്ചു. അതുപോലെ തന്നെ നൊവേനയിൽ പങ്കുചേർന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേർന്നു. നമ്മളെല്ലാവരും ചേർന്ന് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വിഷയമാക്കുന്നത് അപൂർണരെ പൂർണ്ണരാക്കുന്ന അപൂർവ തിരുനാളായിട്ട് പന്തക്കുസ്തായെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരും അപൂർണരാണ്. ദൈവത്തിൻ്റെ പൂർണ്ണത വെച്ച് നോക്കുമ്പോൾ നമുക്കെന്തുണ്ട്? അപൂർണർ. ഈ അപൂർണരെ പൂർണ്ണരാക്കാൻ പറ്റുന്ന ഒരു തിരുനാൾ വർഷത്തിൽ ഒന്നേ ഉള്ളൂ, പന്തക്കുസ്ത തിരുനാൾ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് അപൂർവ തിരുനാൾ. ഈ തിരുനാൾ ആഘോഷിക്കേണ്ടതുപോലെ ആഘോഷിച്ചാൽ നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റും. മത്തായി 5:48 പറഞ്ഞിട്ടുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. ഇത് നമ്മുടെ വിളിയാണ്. ഇത് പരിശുദ്ധാത്മാവില്ലാതെ ഈ അഭിഷേകം പ്രാപിക്കാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ത്യാഗമൊക്കെ എടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയത്. ഈ തിരുനാൾ അർത്ഥവത്തായിട്ട് ആഘോഷിച്ച് ഈ ഒരു പൂർണ്ണത കൈവരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ. പന്തക്കുസ്തായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതം തലകീഴ് മറിച്ച സംഭവമായിട്ട് ഈ പരിശുദ്ധാത്മാഭിഷേകത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് മദ്യപിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് ധ്യാനം കൂടാൻ പോയത്. ധ്യാനത്തിൻ്റെ അവസാനം അഭിഷേക പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു, പന്തക്കുസ്ത അഭിഷേകം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, മദ്യപിച്ചവരുടെ അടുത്തിരിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലത്തെ ഒരു മാറ്റം. അതുകൊണ്ടാണ് അതിനെ ഈ ജീവിതം തലകീഴ് മറിക്കുന്ന സംഭവം എന്ന് പറയാൻ പറ്റും. അതാണ് ശരിക്കും പന്തക്കുസ്ത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയൊക്കെ നമ്മൾ വചന വെളിച്ചത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പന്തക്കുസ്ത എന്ന് പറയുമ്പോൾ സഭയുടെ ജന്മദിനമാണ്, ബർത്ത്ഡേ. സഭയുടെ ബർത്ത്ഡേ. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രകടമായ ഒരു ദിവസമായിട്ട് പന്തക്കുസ്ത ദിനത്തെ, പന്തക്കുസ്ത തിരുനാളിനെ നമുക്ക് കാണാൻ പറ്റും. പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 50-ാമത്തെ അതാണ് അതിൻ്റെ വാച്യാർത്ഥം. 50-ാമത്തെ പന്തക്കുസ്ത. പിന്നെ ഈ പന്തക്കുസ്ത തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പല കാലങ്ങൾ നമ്മുടെ സഭയിൽ ഉള്ളതായിട്ട് നമുക്ക് അറിയാമല്ലോ. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് പെസഹാക്കാലം. പെസഹാക്കാലം തുടങ്ങുന്നത് ഉയർപ്പ് ഞായർ. പെസഹാക്കാലം അത് ഒടുങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് പന്തക്കുസ്തായി. 2 പ്രധാനപ്പെട്ട തിരുനാളുകൾ. അതിലൊന്നാണ് പന്തക്കുസ്ത തിരുനാൾ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ തിരുനാൾ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. കാരണം പൂർണ്ണതയിലേക്ക് നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതം നവീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സകലതും നവീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. സകലതും പൂർണ്ണമാക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. യേശു തന്നെ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 16:12 വായിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സഹായകൻ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് സാധ്യമാകും എന്ന് യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. പൂർണ്ണരാകാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂർണ്ണരാകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 18:21 വായിച്ചാൽ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ നിനക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റും. സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാവും. എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ ചെയ്താൽ ഈ അഭിഷേകം ഉണ്ടാവും. മർക്കോസ് 12:30, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം പൂർണ്ണ ഹൃദയത്തോടെ. അപ്പം അങ്ങനെയുള്ളവർ പൂർണ്ണത കൈവരിക്കും. യാക്കോബ് 3:2 നമ്മൾ വായിക്കുന്നുണ്ട്, നാവിനെ നിയന്ത്രിക്കാതെ, നമ്മുടെ നാവിന് കടിഞ്ഞാണിടാതെ, സംസാരം നേരെയാക്കാതെ, ഈ സംസാരത്തിൽ തെറ്റുവരുത്താതെ ശ്രദ്ധിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റത്തുള്ളൂ. 1 കൊരിന്തോസ് 3-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പൗലോസ് പറയാണ്, നിങ്ങൾക്കിപ്പോഴും അത് വേണ്ട, നിങ്ങൾക്ക് പാല് മതി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റാതെ പോകുന്നത്, പൂർണ്ണത പ്രാപിക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക.
രണ്ടാമതൊരു കാര്യം ഈ തിരുനാളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റുന്നത്, ശരിക്കും പന്തക്കുസ്ത പലരുടെയും ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു, അവരുടെ ജീവിതത്തെ തലകീഴ് മറിച്ചു. അപ്പോസ്തല പ്രവർത്തനം 17:6 വചനം വായിക്കുമ്പോൾ ഇതവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവരുടെ ജീവിതം തലകീഴ് മറിഞ്ഞത് എങ്ങനെയാണ്? പന്തക്കുസ്ത അനുഭവത്തിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും സംഭവിച്ചാൽ ഒരുപാട് നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിച്ച ആ വ്യക്തി, കുടിക്കാതിരിക്കാൻ പറ്റാതിരുന്ന വ്യക്തി ഇന്നിപ്പോൾ കുടിച്ചവരുടെ അടുത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത ആ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികളായി നമുക്ക് ചില കടമകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേത്, സഭ എന്താണെന്ന് അറിയണം. എന്താണ് സഭ? ഇന്ന് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 20:28 വചനം, കർത്താവ് തൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്തതാണ് സഭ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാണ് സഭ. ആ സഭയെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. ഈ സഭയെ സ്നേഹിക്കാനുള്ള ഒരു കടപ്പാടാണ് ദൈവമക്കളായി നമുക്കുള്ളത്. നമ്മൾ സ്നേഹിക്കാനാണോ പരിശ്രമിക്കുക, അതോ കുറ്റപ്പെടുത്താനാണോ? സഭയോട് ഒട്ടി നിൽക്കാനാണോ പരിശ്രമിക്കുക, വിട്ടു നിൽക്കാനാണോ പരിശ്രമിക്കുക? കണ്ടെത്തുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം, നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടത് സഭയിലൂടെയാണ്. കുർബാനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. ഈ സമാധാനം, ഐക്യം, അനുഗ്രഹം ഇതെല്ലാം കിട്ടണമെങ്കിൽ സഭയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. സഭയിലൂടെയാണ് ദൈവം വിശ്വാസികളിലേക്ക് അവ എത്തിക്കുക. അവസാനമായിട്ട്, ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് സഭയിൽ സജീവ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സഭയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറണം. ഈ കാര്യങ്ങളെല്ലാം നിറവേറാൻ നമ്മെ സഹായിക്കുന്നത് പന്തക്കുസ്ത അഭിഷേകമാണ്. അഭിഷേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്നും യാചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവായ ദൈവമേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഏക മധ്യസ്ഥനായ യേശുവേ, സഹായകനെ വാഗ്ദാനം ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഈ പന്തക്കുസ്ത തിരുനാളിൽ ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് മാറ്റിമറിക്കണമേ. പാപം വെടിയാനും പുണ്യങ്ങൾ അഭ്യസിക്കാനും സഭയോട് ചേർന്ന് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും സ്വർഗത്തിലെത്തി നിത്യസൗഭാഗ്യം പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിലുള്ള ജീവിതം നയിച്ച് ആത്മീയാനന്ദത്തിൽ ജീവിക്കുവാൻ ഈ തിരുനാളിലൂടെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ആമേൻ. ഈ തിരുനാളിൻ്റെ എല്ലാവിധ അഭിഷേകവും അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ ഒരുക്കി ഈ തിരുനാളിലേക്ക് ഞങ്ങളെ നയിച്ചതിനും ഈ തിരുനാളിലൂടെ ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകൾ, നന്മകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.